ഒരു പിടി അളവിൽ ഇതുപോലെ കല്ലുപ്പ് എടുത്തിട്ട് നമ്മളതുണ്ടല്ലോ ഒരു കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു കപ്പിൽ വലിയൊരു കപ്പിൽ ശരിക്കും അര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു ഉപ്പും കൂടി ഇട്ട് നന്നായി തന്നെ നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ രാത്രി കിടക്കുന്ന സമയത്ത് വീട്ടിനകം നമ്മൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളൊക്കെ ഈ ഒരു വെള്ളം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഉണങ്ങിയ തുണി യൂസ് ചെയ്ത് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ ആകുമ്പോൾ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഉറുമ്പോ അതുപോലെ പാറ്റയോ പല്ലിയോ ഒക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്കിത് സാധിക്കും കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചാൽ മാത്രം മതി. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഷൂ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ ഇതുപോലെ സ്പ്രേ ബോട്ടിലിൽ ഈ ഒരു ഉപ്പ് വെള്ളം ആക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മഴക്കാലത്ത് നനഞ്ഞിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാനായിട്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോകാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ നമ്മുടെ സിങ്കൊക്കെ ഉണ്ടല്ലോ, സിങ്കിൽ അതുപോലെ വാഷ് ബേസിൻ്റെ സ്ലീവിൽ നമ്മുടെ ബാത്റൂമിനകത്തുള്ള സ്ലീവിലൊക്കെ ഈ ഒരു ഉപ്പുവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ അതുപോലെ പഴുതാര വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വീടിനകം തുടയ്ക്കുമ്പോൾ നമ്മൾ ലൈസോളോ ഫിനോയിലോ ഒക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീടിനകം നല്ലപോലെ തന്നെ ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പാക്കും കേട്ടോ.